തുടങ്ങി. അതുകൊണ്ട് നമ്മളുടെ സെഷൻ നമുക്ക് തുടങ്ങാൻ വേണ്ടി സാധിച്ചു. അൽഹംദുലില്ലാ. ഒരു ദിവസം ബ്രേക്ക് ആവുമ്പോൾ നിങ്ങളെല്ലാവരും പല വഴിക്ക് പോകുന്നു എന്നുള്ളതാണ്. ബ്രേക്ക് ആവാതിരിക്കാൻ മാക്സിമം നോക്കുക എന്നുള്ളത്. അൽഹംദുലില്ലാ. നമ്മുടെ 93ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു അല്ലെ. അൽഹംദുലില്ലാ. എങ്ങനെ പോകുന്നുണ്ട്? എന്താണ് നിങ്ങളുടെയൊക്കെ അവസ്ഥ? ഈ രാവിലെയുള്ള ഒരു സിറ്റിംഗ്, ഒരു ഇരുത്തം ഉപകാരപ്പെടുന്നുണ്ടോ? അറിയിക്കുന്ന ഉപകാരപ്പെടുന്നുണ്ട്. സുഖം അൽഹംദുലില്ലാ. തന്നെയാണ്, കുഴപ്പമില്ല. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. പിന്നെ നിങ്ങളിത് കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പിക്കാനും കൂടി നോക്കണം കേട്ടോ. കാരണം നമുക്ക് ഇപ്പൊ ഇത്രയും ദിവസമായിട്ടും നമ്മുടെ ഇതിൽ കയറുന്ന ആളുകളുടെ എണ്ണം വളരെ ചുരുക്കമാണ്. അപ്പൊ അതിലേക്കല്ല, കൂടുതലും ആളുകളിലേക്ക് എത്തിപ്പിക്കാൻ നിങ്ങളതൊരു ഏറ്റെടുക്കുക, ഞങ്ങളത് എത്തിപ്പിക്കും എന്നുള്ളത്. കാരണം നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും ഓരോ ദൗത്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടാവല്ലോ. അപ്പോൾ ആ ഒരു ദൗത്യം എന്ന് പറയുന്നത് നമുക്കത് അറിയില്ല. ചിലപ്പം ഇപ്പൊ തന്നെ നമ്മുടെ മെഹർബാമാന്റെ ആ വോയിസ് കേട്ടിട്ട് വന്ന ഒന്ന് രണ്ട് പേര് അറിയാതെ വന്നു പോയതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ചിലപ്പോൾ തന്നെ നിങ്ങളുടെ ഇടയിൽ, നിങ്ങളുടെ റിലേറ്റീവ്സിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒരുപാട് പേരുകൾ ഉണ്ടാവാം. ജീവിതത്തിൽ എവിടെയൊക്കെ സ്റ്റെക്നെസ് ആയി കിടക്കുന്നവരുണ്ടാവാം അല്ലെ, പല പല പ്രതിസന്ധികളുള്ളവരുണ്ടാവാം, ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം. അപ്പോൾ എല്ലാത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നമ്മളൊരു നിമിത്തം ആക്കിയേക്കാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മാക്സിമം ആളുകളെ ഓരോ ദിവസവും നിങ്ങൾ ഇതിലേക്ക് കൂടുതൽ ആളുകളെ എത്തിപ്പിക്കാനും കൂടി നോക്കും എന്നുള്ളൊരു നിയത്തോട് കൂടിയിട്ടായിരിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മളിനിയിപ്പം 100 ദിവസം കഴിഞ്ഞാലും നമുക്ക് ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ എല്ലാ ദിവസവും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് മാക്സിമം നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുപോകണം. ഇനി ആ സമയത്ത് നമുക്ക് ചിലപ്പോൾ ലൈവിലിരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് ഒക്കെ കൈമാറിക്കൊണ്ട് ഇതങ്ങോട്ട് കണ്ടിന്യൂ പോയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്കും എന്തായിരിക്കുള്ളൂ, ഇനി ശേഷം കുഞ്ഞു കുഞ്ഞു പേഡ് സംഭവങ്ങളൊക്കെ വരും. പേഡ് ഒക്കെ വരുന്ന സമയത്ത് പല ചുറ്റുപാടുകളിൽ നിന്നും പല മെസ്സേജസും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഒരുപാട് ഇത്തരം ക്ലാസ്സസ് വരുന്നുണ്ടാവാം. അതിൽ ഒരുപാടെണ്ണം ജെന്യൂൻ ആയതുണ്ടാവാം, ഒരുപാട് ഒരു തട്ടിപ്പിൻ്റെതുണ്ടാവാം. ഇനി ജെന്യൂൻ ആയിട്ട് തന്നെ ചിലപ്പോഴെന്തായിരിക്കാം, നമുക്ക് ഇത് തന്നെ വിശ്വാസതലത്തിലും വിശ്വാസതലത്തിലല്ലാതെയുണ്ട്. നമുക്കിപ്പോൾ മൈൻഡിനെ കുറിച്ചിട്ട് പഠിക്കുക എന്നുള്ളത്, മൈൻഡ് റീപ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത്, മൈൻഡ് റീസെറ്റിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് പല ആളുകളും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരിക്കുന്നുള്ളത് നല്ലൊരു ദീനി ചുറ്റുപാടിൽ വന്നിരിക്കുന്ന ഒരു പണ്ഡിതന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാ കുറച്ചെങ്കിലും അതിൻ്റെ ഒരു അംശം നമുക്ക് തരാൻ വേണ്ടി തൗഫീഖ് തരും എന്നുള്ളൊരു വിശ്വാസമാണ്. എന്നാൽ ഇത് തന്നെ ഈ ചുറ്റുപാടുകളൊന്നും ഇല്ലാതെ ഒരു വിശ്വാസിയുടെ അണ്ടറിൽ നിന്നും കിട്ടുന്നതും ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളും അവിടെ നിന്നും കേൾക്കുമ്പോഴും ഒക്കെ ശരിയാണ് എന്നുള്ളൊരവസ്ഥയിലായിരിക്കാം. അപ്പൊ ഇതൊക്കെ ശരിയാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലേക്ക് മാറുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ വിശ്വാസത്തിലേക്ക് പോലും കളങ്കം വരുന്ന ഒരവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് നമ്മൾ കൂടുതലും എന്ത് ചെയ്യാം, കൂടുതൽ നമുക്ക് ഒരു ഇലാഹി വിശ്വാസത്തിൽ കൂടിയിട്ട് തന്നെ മൈൻഡ് റീപ്രോഗ്രാം എന്ന് പറയുന്നത് നമുക്ക് എവിടെയും ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും അത് ആ മൈൻഡിനെ സൃഷ്ടിച്ച സൃഷ്ടാവിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് ആ ഒരു റീപ്രോഗ്രാമിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്ന ചെറിയൊരു സാഹചര്യമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ ആളുകളിലേക്കും എത്തിപ്പിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് ഓർപ്പിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മളിപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുള്ളത് ഗ്രാറ്റിറ്റ്യൂഡിലെയും ഫോർഗീവിലൂടെയും ആണല്ലേ. ഈ രണ്ട് സംഭവങ്ങളിലൂടെ നമ്മൾ ഈ ഒരു 93 ദിവസം നമ്മൾ പിന്നിട്ടും യാത്ര ചെയ്തിട്ടും നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ എവിടെയും എത്തിയിട്ടില്ല. ഇനി നമ്മളത് എത്താൻ പോകണമില്ല. നമുക്കറിയാം, നമ്മൾ അറിഞ്ഞത്
ഒരു ഡ്രോപ്സും ഇനി അറിയാനിരിക്കുന്നത് ഒരു സമുദ്രമാണ്. അതങ്ങനെ തന്നെ ഇനി എത്രയായാലും കിടക്കുള്ളൂ. നമ്മുടെ അറിവൊരിക്കലും തീരാൻ പോണില്ല. ഇനിയിപ്പോൾ ഒരുപാട് അറിഞ്ഞല്ലോ എന്ന് വിചാരിക്കാൻ നമുക്കില്ല. കാരണം എത്ര അറിഞ്ഞാലും നമ്മൾ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മൾ ഇനിയും 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 നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, ഒരുപാട് അറിയാനുണ്ട്. ജീവിതം എന്ന് പറയുന്നത് മരണം എന്നാണോ നമ്മളിൽ ആസന്നമാവുന്നത് അതുവരെ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് പഠിക്കുക എന്നുള്ളത് ഇങ്ങനൊരു സൂമിൽ ഇരുന്നു കൊണ്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പഠന മേഖലയിൽ ജോയിൻ ചെയ്തുകൊണ്ടോ മാത്രമായിരിക്കില്ല. നമ്മുടെ ഓരോ ദിവസത്തെ ദൈനംദിന ജീവിതത്തിൽ പോലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്നുകിൽ നമ്മുടെ മക്കൾ, അതല്ലെങ്കിൽ നമ്മുടെ ഇണ, അതല്ലെങ്കിൽ നമ്മുടെ പാരൻസ്, അവരിൽ നിന്ന് നമ്മൾക്കുണ്ടാവുന്ന ചില സംഭവങ്ങൾ, അവരും നമ്മളും ഒരുമിച്ച് ജീവിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന, നാമും അവരും ഒരുമിച്ച് ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ക്ലാഷുകളും ചില ഹാപ്പി മൊമെന്റ്സുകളും ഒക്കെ ഇങ്ങനെ പലതിൽ നിന്നും നമ്മൾ ചിലപ്പോൾ പുതിയത് നമ്മൾ പഠിക്കുന്നില്ലേ, ഇങ്ങനെ ആയാൽ ഇങ്ങനെ ആയിരിക്കാം. അപ്പൊ അത് നമ്മൾക്ക് ആ ഒരു അറിവിലൂടെ ചിലപ്പോൾ നമ്മൾക്ക് നമ്മുടെ മക്കളില് നമ്മൾക്ക് ചെറിയൊരു നമ്മുടെ മക്കൾക്ക് നമ്മൾ ജസ്റ്റ് ഒരു ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്, അതല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡുമാർക്കോ അതല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിനോ അങ്ങനെ ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് പരീക്ഷിക്കുന്നു, അത് അവർക്ക് കൊടുക്കുന്നു, അവർക്ക് അത് ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇത് അവർക്ക് ഇഷ്ടമാണ് എന്നുള്ള ഒരു അറിവ് നമുക്ക് കിട്ടുന്നു അല്ലെ. ആ ഒരു അറിവ് നമുക്ക് എപ്പോഴാണ് ലഭിച്ചത്? നമ്മളത് ആ ഒരു ഭക്ഷണ പദാർത്ഥം അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ്. അപ്പൊ അവിടെ അവര് നമ്മുടെ അടുത്ത് ആ സംഭവം പറഞ്ഞതല്ല അല്ലെ. പക്ഷെ നമ്മൾ എന്നോ പരീക്ഷിക്കുന്നത് പോലെ എന്തെങ്കിലും ഒന്ന് പരീക്ഷിച്ചുണ്ടാക്കി ശേഷം അത് അവർക്ക് ഇഷ്ടപ്പെട്ടു, അൽഹംദുലില്ലാ. അപ്പൊ ഓരോന്നും നമ്മുടെ ഓരോ ദിവസത്തിലും നമ്മൾ പുതിയ പുതിയ പാഠങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അങ്ങനെ നമ്മളുടെ പഠനം എന്ന് പറയുന്നുള്ളത് ഒരു യാത്ര പോവാണ്. നമ്മൾ ജസ്റ്റ് ഒരു യാത്ര പോകുന്നു. ആ ഒരു യാത്ര പോയി വീണ്ടും നമ്മൾ അതേ സ്ഥലത്തേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ അന്നത്തെ യാത്ര നമ്മൾ പോകുന്ന സമയത്ത് അവിടെ ഈ സമയത്ത് ഇറങ്ങിയാൽ ഇത്ര സമയം ഓടേണ്ടിണ്ടായിരുന്നു. ചിലപ്പോൾ അവിടെ ഗൂഗിൾ മാപ്പിൽ കാണിച്ച ആ ഒരു ടൈമത്ത് അവിടെ എത്തിയിട്ടുണ്ടാവില്ല. അവിടെ എത്ര സമയത്ത് അവിടെ റോഡ് ഭയങ്കര മോശമാണ്. റോഡ് മോശമായത് കൊണ്ട് തന്നെ നമുക്ക് വളരെ സ്ലോലി ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തായിട്ടുണ്ടാവാം, നമ്മളല്പം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ടാവാം. നമുക്കത് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യപ്പോഴായിരിക്കും നമ്മൾ എയർപോർട്ടിലേക്കൊക്കെ ആരെങ്കിലും ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നതായിരിക്കും അല്ലെ. കാരണം നമ്മുടെ എല്ലാ ദിവസവും ചിലപ്പോൾ 1 മണിക്കൂറിൽ ഓടിയെത്തേണ്ട എയർപോർട്ട് റൂട്ടിലേക്ക് നമ്മൾ അങ്ങനെ തന്നെ വിചാരിച്ച ഒരു ദിവസം പോയിരിക്കുമ്പോഴാണ് റോഡിൽ നല്ല ബ്ലോക്ക് വന്നതോ അതല്ലെങ്കിൽ റോഡ് അല്പം കുണ്ടും കുഴിയൊക്കെ ആയിട്ട് റോഡിന് അല്പം പണി കിട്ടിയതോ അന്ന് നമുക്ക് ആ 1 മണിക്കൂറല്ല 1.5 മണിക്കൂറാണ് ഓടേണ്ടി വന്നിരിക്കുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും കഷ്ടിച്ചിട്ട് ആ പ്ലെയിന് കിട്ടി എന്നുള്ള അവസ്ഥയിലേക്ക് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് പിന്നീട് ഒരു യാത്ര പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി അതിനെക്കുറിച്ച് അവെയർ ആവും. എന്നിപ്പോ എങ്ങനെയാണ്, റോഡ് അവസ്ഥ ബ്ലോക്ക് ആണോ, അതല്ലെങ്കിൽ പിന്നെ അവിടെ നമുക്ക് നല്ല സ്മൂത്തായി പോകാൻ പറ്റുന്ന അവസ്ഥയാണോ, എത്ര സമയത്ത് പോയാൽ മതിയോ, നമ്മൾ അവെയർ ആവും. എവിടെ നിന്നാണ് ആ ഒരു അവയർനെസ് കിട്ടിയത്? നമ്മുടെ അന്നത്തെ ആ ഒരു ബ്ലോക്കിൽ പെട്ടതുകൊണ്ട്, 1 അരമണിക്കൂർ നമുക്ക് ലേറ്റ് ആയതുകൊണ്ട്. ഇവിടെ നമ്മൾക്ക് ഓരോന്നും നമ്മൾക്ക് പാഠങ്ങളാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മനുഷ്യ ശരീരത്തിൽ തന്നെ നമ്മളെ തന്നെ നമുക്ക് ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള, നമുക്ക് സ്വയം പഠിക്കുക എന്നുള്ള ഒരവസ്ഥയിലാണ് നമ്മളെ സൃഷ്ടിച്ചയച്ചിരിക്കുന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, ഞാനും നിങ്ങളും എല്ലാവരും നമ്മളിപ്പോൾ ജനിച്ച് നമ്മൾക്ക് എപ്പം മുതലാണോ നമ്മൾക്ക് അറിയാൻ തുടങ്ങിയത്, എപ്പോഴാണോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങിയത്, ആ തിരിച്ചറിവ് വന്നതിൻ്റെ ശേഷമായിരിക്കാം നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഉണ്ട് എന്ന് നമ്മൾ തോന്നുന്നത്. എന്നാൽ നമുക്ക് ആ തിരിച്ചറിവ് വന്നതിൻ്റെ ശേഷമാണ് സത്യം പറയുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ജീവിതം ഇല്ലാതാക്കി വെച്ചിരിക്കുന്നുള്ളത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് ഒന്നുകൂടി പറയുവോ? ഓക്കെ. നമ്മള് ഓക്കെ നമുക്ക് നമ്മളുടെ ജീവിതം, നമ്മൾക്കിപ്പോ നമ്മളൊരു കുഞ്ഞായിരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലിരിക്കുന്ന സമയം നമുക്കിപ്പോ അറിയോ? ഇല്ല 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 നമ്മുടെ 1 വയസ്സും 2 വയസ്സും 3 വയസ്സും ഉള്ള ടൈം നമുക്കറിയോ? ഇല്ല. ഇല്ല ഇല്ല നമ്മൾക്ക് നമ്മൾക്ക് അറിവ് തുടങ്ങിയ അത് മുതൽ പിന്നീട് നമുക്ക് ആ അറിവ് ഒരു തിരിച്ചറിവായി വന്നത് നമുക്കൊരു പ്രായപൂർത്തി എത്തിയതിന് ശേഷം അല്ലെ. അതിന്റെ ശേഷമായിരിക്കാം നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയത് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് എങ്കിൽ, നമ്മൾ സത്യത്തിൽ നമുക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുന്നത് അതിനു മുമ്പാണ്. തിരിച്ചറിവുണ്ടായതിനു ശേഷം നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പൊ ക്ലിയർ
ക്ലിയർ ആയോ? ഇത്ര പറഞ്ഞത് ക്ലിയർ ആയോ? ഒരു ബാക്കി പറഞ്ഞുതരാം. ആ ആ ക്ലിയർ. അപ്പൊ നമുക്ക് അറിയാം, നമുക്കിപ്പോ ഓക്കെ. മക്കളുണ്ടായി, നമ്മളിപ്പോ കല്യാണം കഴിഞ്ഞു, നമുക്ക് മക്കളുണ്ടായി, പിന്നെ നമ്മൾ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അധിക പേരും പറയുന്നുള്ളത് ഞാൻ എൻ്റെ മക്കൾക്ക് മക്കൾക്ക് വേണ്ടിയിട്ടാണ്, വേണ്ടി. അല്ലെ? ഞാൻ പിന്നെ കല്യാണം കഴിഞ്ഞാലോ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കല്യാണം കഴിച്ചാൽ അവർ ജീവിക്കുന്നത് ചിലപ്പോൾ നമുക്ക് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരിലേക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുകയാണ് ചെയ്യുന്നുള്ളത്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുഴുവനായും മറ്റുള്ളവരിലേക്ക് മാറ്റിവെക്കുക എന്നുള്ളതിലപ്പുറം നാം നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അവിടെ നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും നമ്മളിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ട് നാം നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ മാത്രമായിരിക്കാം നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുക. അല്ലാതെ നാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ മാറ്റിവെക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഇഷ്ടങ്ങളും എല്ലാം നമ്മൾ അടിയറവ് വെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന സമയത്ത് മറ്റുള്ളവരിൽ നിന്നും നാം അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തിട്ടും അവരിൽ നിന്ന് ഇഷ്ടമില്ലാത്ത, നമ്മൾ ആഗ്രഹിക്കാത്ത എന്തെങ്കിലും ഒരു പ്രവർത്തനം നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കുക? ഞാൻ ഇത്രയും അവർക്ക് വേണ്ടി ചെയ്തിട്ട്, എല്ലാം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട്, അവർക്ക് വേണ്ടി ഇത്രയും ത്യാഗം ചെയ്തിട്ടും എന്താണ് അവരുടെ ഒരു റെസ്പോൺസ്? അല്ലേ? അതേസമയം നാം എന്ത് ചെയ്യാണ്? നാം നമ്മളെ സ്നേഹിക്കുകയാണ്, ഞാൻ നമുക്ക് വേണ്ടി ജീവിക്കുകയാണ്. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുമ്പോൾ എൻ്റെ മക്കൾ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ പാരൻസ്, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ കൂടെയുള്ള ഓരോരുത്തരും എനിക്ക് വേണ്ടി ഞാൻ ജീവിതം ആസ്വദിക്കുമ്പോൾ അൽഹംദുലില്ലാ എൻ്റെ ചുറ്റുപാടുമുള്ളവരും ഇതുപോലെ സന്തോഷിക്കണം, ഇതുപോലെ ആനന്ദിക്കണം, ഇതുപോലെ എന്നെ പോലെ തന്നെ അവരും സന്തോഷിക്കണം എന്ന് വിചാരിച്ച് നാം ആ ഒരു തരത്തിൽ അവർക്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് അവരിൽ നിന്നും നമുക്കിഷ്ടപ്പെടാത്ത, നമ്മളെ വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾക്ക് അത്ര തന്നെ വിഷമങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ഇനി ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് ഇനി ഞാനൊരു സംഭവം കൂടി പറയാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആവാം, അതല്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലുണ്ടായി, നമ്മൾക്ക് അന്ന് നമുക്ക് ടെൻഷൻ ഇല്ല, ചിന്തകളില്ല, ആളെ കുറിച്ചിട്ട് ആലങ്കപ്പെടാനില്ല. നാളെ എനിക്ക് ഭക്ഷണം കിട്ടുമോ, നാളെ ഞാൻ ജീവിച്ചിട്ടുണ്ടായിരിക്കോ, നാളെ ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കോ, എന്തായിരിക്കാം നാളത്തെ അവസ്ഥ എന്ന് നമുക്കറിയില്ല, അല്ലെ? ഒന്നും നമുക്കറിയാത്ത സമയത്തും നമ്മുടെ സുരക്ഷയായി നമ്മുടെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നു. ഈ ഭൂമിയിലേക്ക് വന്നിട്ടും നമ്മൾ കുഞ്ഞായി അവിടെ നിന്ന് നമ്മൾ പിന്നെന്താണ്, നമ്മൾക്ക് ഒരു 1, 2, 3, 4, 5, കൂടിപ്പോയാൽ ഒരു 10 വയസ്സ് വരെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തിയാലോ ഒറ്റപ്പെടുത്തിയാലോ മാറ്റി നിർത്തിയാലോ ഒക്കെ നമുക്ക് കുറച്ച് സമയത്തേക്കൊന്ന് നമ്മൾക്ക് ചിലപ്പോൾ ഒരു 5-6 വയസ്സായ ഒരു കുട്ടിയൊക്കെ കാണാം, മക്കൾ തമ്മിൽ ഇങ്ങനെ കളിക്കുന്ന സമയത്ത് ചെറിയ അടിപിടിയൊക്കെ ഉണ്ടാവും, അല്ലെ? ആ അടിപിടി കാരണം, രണ്ട് കുട്ടികൾ തമ്മിൽ അടിയുണ്ടാക്കിയ കാരണം അവരുടെ പാരന്റ്സ് തമ്മിൽ സംസാരിച്ചാൽ, അവരുടെ പാരന്റ്സ് തമ്മിൽ വാക്ക് തർക്കം ഉണ്ടായാൽ കുട്ടികൾ 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അവർ വീണ്ടും ഒരുമിച്ച് അവർ കളിക്കുന്നുണ്ടാവും. ഇവിടെ വാക്കായ പാരന്റ്സുകൾ തമ്മിൽ ചിലപ്പോൾ ജീവിതകാലം മുഴുവനും സംസാരിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവാം, അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് ആ സമയത്ത് എന്തില്ല, നമുക്ക് നമ്മുടെ മനസ്സിന്റെ അകത്ത് അവിടെ നമ്മൾ ആ ഒരു വിശ്വാസം, നമ്മൾ അറിയാതെ നമ്മുടെ വിശ്വാസം നമ്മുടെ റബ്ബിലേക്ക് കണക്ട് ആയിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് എന്തായിട്ടില്ല, നമുക്ക് അള്ളാഹു ഉണ്ട്, അള്ളാഹുവാണ് നമ്മളെ എല്ലാം വഹിക്കുന്നത് എന്നുള്ള ബോധതലത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും നമ്മളുടെ ഉപബോധ തലത്തിൽ നിന്നും എല്ലാം നിയന്ത്രിക്കുന്നത് എൻ്റെ റബ്ബാണ് എന്നുള്ള ആ ഒരു ഉപബോധ തലത്തിൽ, ആ ഒരു ചിന്തയിൽ, ആ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് ഞാനും നിങ്ങളും ഒക്കെ കടന്നു പോയ ഒരു സാഹചര്യമാണ് പറഞ്ഞു വരുന്നുള്ളത്. നമുക്കതിപ്പോൾ ചിലപ്പോൾ ഓർമ്മയിലുണ്ടാവില്ല. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എന്താവാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റുള്ളവർക്ക് നമുക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരു കുഞ്ഞ് വേദനിപ്പിച്ച് അടിച്ച് അവരുടെ കളിയിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരൊരു അരമണിക്കൂർ കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അവർ വീണ്ടും ഒരുമിച്ച് അവർ കളിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അത്രയും പെട്ടെന്ന് അവർക്ക് എതിർ ആളുകൾക്ക്, ആ കുട്ടിയോടുള്ള എതിരായി പ്രവർത്തിച്ച ആ കുട്ടികൾക്ക്, ഇനി അത് വലുതായിക്കോട്ടെ കുഞ്ഞായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, അവർക്ക് പുറത്തു കൊടുക്കാനും ഫോർഗീവ് ചെയ്ത് കൊടുക്കാനും പറ്റുന്നുണ്ട്. കാരണം അവരപ്പോൾ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ കുട്ടിയുടെ കൂടെ കളിച്ചാൽ മാത്രമേ ഈ കുട്ടിക്ക് സന്തോഷിക്കാൻ വേണ്ടി പറ്റുള്ളൂ.
ഈ കുട്ടിയുടെ കൂടെ കളിക്കാൻ പോയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് കളിക്കാൻ ആളില്ല. അപ്പൊ ആ കളിയിലുള്ള സന്തോഷത്തെ കണ്ടെത്തുന്നുണ്ട്. സ്വന്തത്തിന്റെ സന്തോഷം കണ്ടെത്തുന്നതോട് കൂടെ എന്തായിരുന്നുണ്ട്, മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതോട് കൂടിയിട്ട് മറ്റുള്ളവർക്ക് കൂടെ അവരുടെ കൂടെ മിങ്കിളാവാൻ വേണ്ടി പറ്റുന്നുണ്ട്. അവർ എന്ത് തന്നെ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അതിനെ പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൂടെ പൊരുത്തപ്പെട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ജീവിക്കുന്നത് സ്വന്തത്തിന് വേണ്ടിയിട്ടായതുകൊണ്ട്. പക്ഷെ നമ്മൾ നമ്മുടെ ജീവിതം നമുക്ക് തിരിച്ചറിവിലേക്ക് എത്തിയത് മുതൽ നാം നമ്മൾക്കല്ലാത്ത രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ മാറ്റിവെച്ചതുകൊണ്ട്, നമുക്കല്ലാത്ത രീതിയിൽ നമ്മൾ ജീവിതം കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ പക, വിദ്വേഷം, ദേഷ്യം, വെറുപ്പ് ഒക്കെ വരുന്നുള്ളത്. ഞാൻ ഇത്രയും ചെയ്തിട്ടും എന്നോടെന്തേ ഇങ്ങനെ എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വരാൻ നമ്മൾ ആയി മാറുന്നുള്ളത് നാം നമുക്ക് വേണ്ടി ജീവിക്കാതിരിക്കുന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ നമുക്കറിയാം, ഈ സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ അതൊരു സ്വാർത്ഥതയല്ലേ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. സത്യത്തിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ല. നാം നമ്മളെ ഇഷ്ടപ്പെടുക, നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. അപ്പൊ ഞാൻ ഒന്ന് ക്ലിയർ ആയാൽ മാത്രമേ എൻ്റെ ചുറ്റുപാടുമുള്ള എല്ലാവർക്കും നമുക്ക് നല്ലത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊരു ബോധം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മളെ വേദനിപ്പിക്കുക എന്നുള്ളതിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെയും നമുക്ക് ഏറ്റവും അനിവാര്യം വരുന്ന ഒരു സംഭവം ഫോർഗീവ്നെസ് ആണ്. സെൽഫ് ലവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഫോർഗീവ് ഉണ്ടായിരിക്കണം. ഫോർഗീവ് ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സെൽഫ് ലവ് ഉണ്ടാവില്ല. ഫോർഗീവ് ഉണ്ടായാൽ മാത്രമേ നമുക്ക് സെൽഫ് ലവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ എല്ലാവരെ കുറിച്ചിട്ടുള്ള ചിന്തയും എല്ലാവരെ കുറിച്ചിട്ടുള്ള തോട്ടും, എല്ലാവരും നമ്മളെ വേദനിപ്പിച്ച് ബുദ്ധിമുട്ടിച്ച കഷ്ടപ്പെടുത്തി എല്ലാം നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ വെച്ച് 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 കൊണ്ടുവരികയാണെങ്കിൽ നാം തന്നെ നമ്മളെ ഇങ്ങനെ ഭാരം പേറി നമ്മൾ തന്നെ നമ്മളിലേക്ക് ആ ഒരു ഭാരം കൊടുത്ത് ആ വെയിറ്റ് കൊടുത്ത് നമ്മൾ തന്നെ നമ്മളെ ബുദ്ധിമുട്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു 2-3 വയസ്സായ കുട്ടിയുടെ തലയിൽ നമ്മൾ ഒരു 10 കിലോനോ അല്ലെങ്കിൽ ഒരു 5 കിലോനോ ഭാരം എടുത്ത് ചുമന്നു കൊടുക്കുവോ? ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത് ആകെ നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ് അല്ലെ. അപ്പൊ അത്രയും കുഞ്ഞു ഹൃദയത്തിലേക്ക് നമ്മൾ എത്രമാത്രം ഭാരമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. നമ്മുടെ ആ ഒരു ഹൃദയത്തെ ഭാരം പേറിക്കൊണ്ട്, ആ ഹൃദയവും ഭാരവും പേറിക്കൊണ്ട് നമ്മൾ എത്രമാത്രം ഭാരം ആ ഹൃദയത്തിന് കൊടുത്തുകൊണ്ടാണ് നാം നമ്മളെ ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നുള്ളത്. എന്റെ ചിന്തയെ മാറ്റുക എന്നുള്ളത് ഞാനല്ലാതെ വേറെ ആരാണ് ചിന്തിക്കേണ്ടത്? എന്റെ ബുദ്ധിമുട്ടുകളെ, എന്റെ പ്രയാസങ്ങളെ മാറ്റുക എന്നുള്ളത് ഞാനല്ലാതെ മറ്റു ചുറ്റുപാടുള്ള ആളുകൾക്ക് പറ്റുന്നതാണോ? അങ്ങനെ എൻ്റെ പ്രയാസങ്ങളും എൻ്റെ ബുദ്ധിമുട്ടുകളും മാറ്റുക എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ളതിലേക്ക് ഞാനല്ലേ അതിന് വർക്ക് ചെയ്യേണ്ടത്? ഓക്കെ ആണോ? ഇപ്പൊ ക്ലിയർ ആയോ പറഞ്ഞത് മുഴുവനും? ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ടാക്കി പറയൂ. ക്ലിയർ ആണ് മാം. ഓക്കെ. അതുകൊണ്ട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഭാരം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു തെറാപ്പിയാണ് നമ്മുടെ ഫോർഗിവ്നെസ് തെറാപ്പി. അതേപോലെ തന്നെ നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം കൂട്ടാൻ, നമ്മളോടുള്ള താല്പര്യം കൂട്ടാൻ, നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ ജീവിച്ചു തുടങ്ങുക. കാരണം നമ്മളുടെ ജീവിതം നമുക്കായാൽ മാത്രമേ നമുക്ക് എന്തായുള്ളൂ, നമ്മളുടെ ജീവിതം നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാനും ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് നമുക്ക് സന്തോഷം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുള്ളൂ അല്ലെ. അപ്പൊ മറ്റുള്ളവർക്ക് നമുക്ക് സന്തോഷം കൊടുക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടായിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് കൊണ്ട് വന്നിട്ട് ഒരു 10 രൂപയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് എനിക്കൊരു 10 എടുത്ത് തരാൻ വേണ്ടി പറ്റുള്ളൂ? ആകെ അഞ്ച് മാത്രമുള്ള നിങ്ങളോട് ഞാൻ 10 ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് 10 തരാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, നമ്മളുടെ സന്തോഷമാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് സന്തോഷം കൊടുക്കാം. നമ്മുടെ അകത്ത് ദേഷ്യമാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് അത് കൊടുക്കാം. നമ്മുടെ ഉള്ളിൽ വെറുപ്പാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് അത് കൊടുക്കാം. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഉള്ളിൽ ഇപ്പോഴെന്താണോ ഉള്ളത് എന്ന് അതാണെങ്കിൽ അത് തിരിച്ചറിയേണ്ടത് നമ്മളാണോ ചുറ്റുപാടുള്ളവരാണോ? നമ്മളല്ലേ തിരിച്ചറിയേണ്ടത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് എന്ന് നമ്മളാണ് തിരിച്ചറിയേണ്ടത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് മാത്രമായിരിക്കും പുറത്തേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുക. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സമയത്തും സന്തോഷത്തോടെ കൂടി തന്നെ നമുക്ക് നിൽക്കാൻ വേണ്ടി പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അത് തിരിച്ചറിയാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. ഈ ഒരു ടൈം ഞാൻ അല്പം മൂഡ് ഓഫിലാണ്,
ഈ ഒരു സമയം എനിക്ക് അല്പം വിഷമത്തിലാണ് എന്നുള്ളൊരു അവയർനെസ് എനിക്ക് എന്നെ കുറിച്ചിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ എനിക്കിപ്പോ അങ്ങനെയാണ് എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും എന്തും കൊടുക്കാതിരിക്കാൻ നോക്കാം. പിന്നെ അത് ക്ലിയർ ആക്കി അത് ഉള്ളിലേക്ക് എടുത്ത് അത് ഫുൾഫിൽ ആയതിനു ശേഷം നമുക്ക് കൊടുക്കാൻ വേണ്ടി നോക്കാം. ഇൻഷാല്ല അങ്ങനെ നമുക്ക് മെല്ലെ മെല്ലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നമുക്ക് സന്തോഷത്തെ നിറയ്ക്കാനും ആ സന്തോഷത്തെ നമുക്ക് കൊടുക്കാനും വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള ഒരു ദേഷ്യം നമുക്ക് നമ്മൾ തന്നെ അറിയാം. നമ്മളിപ്പോ നമ്മുടെ മക്കളോട് നമ്മൾ ഇടപഴകുന്ന രീതി എങ്ങനെയായിരിക്കാം? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകളോടായിരിക്കാം, നമ്മൾ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആളുകളായിരിക്കും അല്ലെ നമ്മുടെ എല്ലാ ഇമോഷൻസും നമ്മൾ പുറത്തേക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഹസ്ബൻഡോട് നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് പുറത്തേക്ക് വരികയാണ്. ആ വരുന്ന സമയത്ത് നമ്മുടെ ഒരു കുഞ്ഞു കുട്ടി, ഒരു 3 വയസ്സായ കുട്ടി, ആ 3 വയസ്സായ ഒരു കുട്ടി എന്തെങ്കിലും ഒരു വികൃതി ഒപ്പിക്കുകയാണ്, എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിക്കുകയാണ് അല്ലെ. ഇത് ഒപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഹസ്ബൻഡിനോടുള്ള ദേഷ്യം നമ്മൾ ആരോടായിരിക്കും തീർക്കുക? നോർമലി കുട്ടിയോടെ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അല്പം കൺട്രോളിലാണെങ്കിൽ നമ്മളപ്പം എന്ത് ചെയ്യും? കുട്ടിയോട് ചിലപ്പോൾ ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോകും അല്ലെ. ദേഷ്യമാണെങ്കിലോ കൺട്രോൾ ഇല്ലെങ്കിലോ ചിലപ്പോൾ കുട്ടികളോട് നമ്മൾ പൊട്ടിത്തെറിക്കും. കൺട്രോളാണെങ്കിൽ നമ്മൾ ആ സമയത്തൊന്നും സംസാരിക്കാതെ പോകും. എന്നാൽ നമ്മൾ അതേ പ്രശ്നം കുട്ടി ചെയ്യുന്ന അതേ വികൃതി, കുട്ടി ചെയ്ത അതേ ഒരു പ്രവർത്തനം നമ്മൾ അല്പം ഹാപ്പിയിലാണ്, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ അതുവരെ ആഗ്രഹിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യം നമുക്കിപ്പോൾ ഹസ്ബൻഡ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുകയാണ്, ആ ഒരു ടൈമിനാണ് വരുന്നതെങ്കിൽ അതേ മൂഡിൽ നമ്മൾ ആ കുട്ടിയെ കാണുകയാണെങ്കിലോ കുട്ടി ചെയ്യുന്ന ആ വികൃതി, ആ പ്രശ്നം നമുക്കൊരു പ്രശ്നമായി മാറുമോ? ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ആ മൈൻഡിൽ എന്താണോ, എന്തുകൊണ്ടാണ് ഇപ്പൊ കുട്ടി ഇന്നലെയും ഇന്നും ചെയ്തത് സെയിം സംഭവമാണെങ്കിലും നമ്മളുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ച്, നമ്മുടെ ചിന്താതലത്തിനനുസരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന ബിഹേവിയറിലേക്ക് മാറ്റം വരികയാണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ നമ്മളിലേക്ക് ഫോക്കസ് ആക്കിക്കൊണ്ട് നമ്മുടെ ബിഹേവിയറിനെ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യാനുള്ള ഒരു പഠനം നമ്മളിങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിനെ നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഇരിക്കുക എന്നുള്ളതാണ് ഇൻഷാല്ല. പിന്നെ നമ്മൾക്ക് ക്ലാസ് തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്കൊന്ന് പ്രോസസ്സ് ചെയ്തിട്ട് മൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, എന്നിട്ട് നമുക്ക് പ്രോസസ്സിലേക്ക് വരാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ശരി. എല്ലാവരും ഇല്ലേ ഇവിടെ? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല? ചാറ്റ് ബോക്സിലെങ്കിലും ഒന്ന് ജസ്റ്റ്. ഉണ്ടേ, ക്ലിയർ ആയി. ഓക്കെ ഓക്കെ, അപ്പൊ ഇൻഷാല്ല. അപ്പൊ നമുക്കൊന്ന് പ്രോസസ്സിലേക്ക് വരാം. എല്ലാവരും ഒന്ന് കംഫർട്ടായിട്ട് ഇരിക്കുക. ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യാം, പുറത്തേക്ക് വിടാം. ആ പ്രോസസ്സ് ഒന്ന് തുടരാം. വളരെ ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് ഹോൾഡ് ചെയ്ത് സാവധാനം പുറത്തേക്ക് വിടാം. ഓരോ ശ്വാസത്തിലും നിങ്ങളുടെ ശരീരം കൂടുതൽ കൂടുതൽ റിലാക്സ് ആവുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കാലുകളിലേക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ 2 കാലുകളും തറയിൽ പതിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. നല്ല നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കണങ്കാൽ, കാൽമുട്ട്, ഇടുപ്പ്, പുറം ഭാഗം, ഓരോ ഭാഗത്തേക്കും നിങ്ങൾക്ക് ശ്രദ്ധ ഫോക്കസ് ചെയ്യാം. അവിടെ നിന്നും നിങ്ങളുടെ മുൻവശം, പുറകുവശം, ചെസ്റ്റ്, ഷോൾഡർ, കൈകൾ, കവിൾത്തടം, ചെവി,
നെറ്റിത്തടം, തലയുടെ മുകൾ ഭാഗം, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നിങ്ങൾക്കിപ്പോൾ റിലാക്സ് ആയിരിക്കുന്നത് ഫീൽ ചെയ്യാം. നിങ്ങളുടെ ശ്രദ്ധ മെല്ലെ ആന്തരിക അവയവത്തിലേക്ക് കൊണ്ടുവരാം. ഞങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും മുടങ്ങാതെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞു ഹൃദയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ഓരോ സെക്കൻഡും നിങ്ങളുടെ ഹൃദയത്തിൽ രക്തം പമ്പ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഓരോ സെക്കൻഡുകളിലും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളിലേക്കും ഒഴുകിപ്പോകുന്ന രക്തങ്ങൾ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് സ്കാൻ ചെയ്യാം. നിങ്ങളുടെ ഹൃദയത്തിലുള്ള ചിന്ത മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള, മറ്റുള്ളവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള അത്തരം ചിന്തകളാണോ എങ്കിൽ നിങ്ങളുടെ ശരീരം മുഴുവനും ഒഴുകിക്കൊണ്ടിരിക്കുന്നുള്ളത് നെഗറ്റീവായ ബ്ലഡ് ആയിരിക്കാം. നിങ്ങൾ ആ ചിന്താതലത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾ കൂടുതൽ തളർച്ചയിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായും നിങ്ങളുടെ ഉച്ഛ്വാസവായുവിൻ്റെ കൂടെ ആ ഹൃദയത്തിലുള്ള മറ്റുള്ളവരുടെ ചിന്തയെ എല്ലാം നിങ്ങൾക്ക് ഒരു കറുത്ത പുകയായി പുറത്ത് കിടക്കുന്നത് ഫീൽ ചെയ്യാം. ശേഷം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതെല്ലാം ചിന്തയിലേക്ക് കൊണ്ടുവന്ന് ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഇതെല്ലാം എനിക്ക് അനുഭവിക്കാനുള്ള ഭാഗ്യം നൽകിയല്ലോ എന്നുള്ളൊരു ചിന്താതലത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകിപ്പോകുന്ന രക്തം പോസിറ്റീവായി സന്തോഷത്തോടെ ആനന്ദത്തോടെ ഉള്ള ഒരു ബ്ലഡ് നിങ്ങളുടെ ഓരോ കോശങ്ങളിലേക്കും എത്തിപ്പോകുന്നു. ഇങ്ങനെ പോസിറ്റീവായ ബ്ലഡ് സർക്കുലേഷൻ നിങ്ങളുടെ ബോഡിയിൽ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം നിങ്ങളിൽ നിന്നും പൂർണ്ണമായും ഇല്ലാതായി മാറുന്നു. നിങ്ങൾക്കത് ഫീൽ ചെയ്യാം. എൻ്റെ ശരീരത്തിലൂടെ എത്രയും മനോഹരമായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടത്തി തന്ന അള്ളാഹുവിനെ ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമുക്കറിയാം, ഒരു അരുവിയിലൂടെ, ഒരു തോടിലൂടെ ശുദ്ധജലമാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ അരുവിയുടെ അടിത്തരത്തിലുള്ള എല്ലാ വസ്തുക്കളും നമുക്ക് വ്യക്തമായി കാണാൻ വേണ്ടി പറ്റും. എന്നാൽ അതൊരു മലിന വെള്ളമാണെങ്കിൽ അതിൻ്റെ അരികത്ത് കൂടി പോലും നമുക്ക് പോവാൻ വേണ്ടി പോലും പറ്റില്ല. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം അത്രയും ശുദ്ധമായ, അത്രയും പ്യൂറായ ഒരു രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിലും നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ മക്കളിൽ, നമ്മുടെ ഇണകളിൽ, നമ്മുടെ പാരൻസിൽ, നമ്മുടെ നെയ്ബേഴ്സിൽ, നമ്മുടെ കൊളീഗ്സിൽ ഓരോരുത്തർക്കും നമ്മളിൽ നിന്നും എല്ലാ തരത്തിലുമുള്ള സന്തോഷവും പോസിറ്റീവ്നെസ്സും ലഭിച്ചുകൊണ്ടേയിരിക്കും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. എൻ്റെ ചിന്തയെ എൻ്റെ ഓരോ നിമിഷത്തിലും ഞാൻ എൻ്റെ റബ്ബിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് എൻ്റെ ഓരോ ബ്രീത്തും അതെൻ്റെ ഇലാഹുമായുള്ള കണക്ഷൻസ് വീണ്ടും വീണ്ടും ഊട്ടിയുറപ്പിക്കുകയാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ എനിക്ക് ഈ ഒരു ദിവസവും പൂർണ്ണ ആരോഗ്യത്തോടെ കൂടെ സമ്മാനിച്ചു തന്ന
റബ്ബിലേക്ക് ആത്മാർത്ഥമായി ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നിങ്ങൾക്ക് അല്പസമയം മൗനമായി റബ്ബിനോട് സംസാരിക്കാം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഈ ഒരു ദിവസം പൂർണ്ണമായും ഈ ഒരു പോസിറ്റീവ് എനർജിയോടെ നിൽക്കും എന്നുള്ള പ്രതീക്ഷയോടെ, നിൽക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ നിങ്ങൾക്ക് കൈകൾ രണ്ടും സ്ക്രബ് ചെയ്ത് മുഖത്ത് നേരെ സ്പർശിച്ച് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും തിരിച്ചു വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഫീൽ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് ഇതിൽ ഇനി ആരെങ്കിലും നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ വരാത്തവരുണ്ടോ? ഇതിൽ ജോയിൻ ആയവര്? ഞാനില്ല മിസ്സേ. ഓക്കെ, നിങ്ങള് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുണ്ടോ? ആ ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് കൂടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ ലിങ്ക് സെൻഡ് ചെയ്യാം. ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഒന്ന് കയറാം. ഇൻഷാ അല്ലാഹ് അവിടെ നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ അറിയിക്കാം. വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കാം. എല്ലാവരും ഡിസ്കഷൻ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആണ്. മറ്റുള്ളവരൊക്കെ ഉള്ളവരും ഉണ്ട്, പക്ഷെ ആരും കൂടുതൽ ആക്റ്റീവ് അല്ല. എല്ലാവരും നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആവുക. വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഷെയർ ചെയ്യാം, ചോദിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് തന്നെ പരസ്പരം അവിടെ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് സംസാരിക്കാം. കാരണം നമ്മുടെ ഒരു ഗ്രൂപ്പിലുള്ള ഒരു കൂട്ടായ്മയാണ്, ഒരു ബന്ധമാണ്. ആ ഒരു ബന്ധം നമുക്ക് ഒരു ബോണ്ടിങ് കൊണ്ട് ഒരു ഞാൻ സന്തോഷം. പറഞ്ഞത് കേട്ടില്ല കേട്ടോ, സ്റ്റെക്ക് ആയിരുന്നു. ഏത് മുതലാണ്? ഞാനില്ല എന്ന് പറഞ്ഞില്ലേ? ഓക്കെ, ഞാൻ നമ്മുടെ പിന്നെ നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുണ്ടല്ലോ. അതെ. അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഗ്രൂപ്പിന്റെ ലിങ്ക് സെൻഡ് ചെയ്യാം. നിങ്ങൾ അതിൽ കയറണം, എല്ലാവരും അതിൽ ആക്റ്റീവ് ആവണം എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ശരി. അതിൽ ലേഡീസിന്റെയും ജെന്റ്സിന്റെയും ലിങ്ക് ഉണ്ടാവും, നോക്കിയിട്ട് കയറണം. ജെന്റ്സിന്റെ ഇതിലും ലേഡീസിന്റെ ഇതിലാണ് ഉണ്ടാവുക. അതില് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഏതാണെന്നുള്ളത് നോക്കിയിട്ട് കയറാം. ഓക്കെ അല്ലേ? ശരി. അപ്പൊ എല്ലാവരും നന്നായിട്ട് ആക്റ്റീവ് ആവുക, ഗ്രൂപ്പ് നല്ല എൻഗേജ് ആക്കി വെക്കാൻ നോക്കുക. അപ്പൊ അങ്ങനെ ഒരു എൻഗേജ് ആവുമ്പോൾ നമുക്കറിയാലോ, ഇങ്ങനെ ആ ഒരു എനർജി അങ്ങോട്ടും പാസ്സായിക്കൊണ്ടിരിക്കും. അല്ലാതെ അങ്ങനെ ഒരു കെട്ടി നിൽക്കുമ്പോൾ അതത്ര സുഖം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഗ്രൂപ്പിനെ ഒരു ദിവസത്തിൽ ഏതെങ്കിലും 1-2 സമയത്തെങ്കിലും ഗ്രൂപ്പിൽ വരിക, എന്തൊക്കെയാണ് വിശേഷങ്ങൾ ചോദിക്കുക, പരസ്പരം നിങ്ങൾ സൗഹാർദ്ദം പങ്കിടുക. ഒരുപാട് പേരുണ്ടല്ലോ ആ ഗ്രൂപ്പിൽ. എന്നാലും മാക്സിമം പറ്റുന്നവരൊക്കെ ഗ്രൂപ്പിലേക്ക് വന്നിട്ട് നന്നായിട്ടൊന്ന് ആക്റ്റീവ് ആവുക. ഓക്കെ, വെറും നമ്മുടെ ക്ലാസ്സിന്റെ ഒരു ഫീഡ്ബാക്ക് പറയുന്നതിലപ്പുറം നിങ്ങൾക്ക് അങ്ങോട്ടും പരസ്പരം പേരൊക്കെ ചോദിക്കാം, സൗഹൃദം പങ്കുവെക്കാം. നമ്മളിപ്പോ ഒരു ക്ലാസ് റൂമിൽ ഉള്ളവരാണല്ലോ. അപ്പൊ ആ ഒരു ബന്ധം കൂടുതലൂടെ കൂട്ടിയുറപ്പിക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.